ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഏലമലക്കാടുകളെക്കുറിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വനഭൂമി റവന്യൂ ഭൂമിയാണെന്ന് ആവർത്തിക്കുമ്പോൾ ഈ മണ്ണിലും മരങ്ങളിലും ആരുടെയോ കണ്ണുകൾ ഉടക്കിയിരിക്കുന്നു എന്ന സംശയം ബലപ്പെടുന്നു. കഴിഞ്ഞ മാർച്ച് 3 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ CHRനെ റവന്യൂ ഭൂമിയാക്കണമെന്നാണ് നിർദ്ദേശം. കുടിയേറിയ കർഷകർക്ക് പട്ടയം നൽകാനുള്ള തടസ്സം നീക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായി പറയുന്നതെങ്കിലും ഇത് നടപ്പാക്കിയാൽ ഏലത്തിന് തണൽ വിരിക്കുന്ന ഈ കാടുകൾ ഇല്ലാതാവും എന്നതിൽ സംശയം വേണ്ട. കാണ്ടമം ഹിൽ റിസർവ് ഉണ്ട്, CHR. അതായിരുന്നു വേറൊരു സംശയം, അതെങ്ങനെ എന്താന്നുള്ളത്. അതിനെക്കുറിച്ചും ഒരു തർക്കവും ഉണ്ടാവില്ല. കാരണം ഈ കാണ്ടമം ഹിൽ റിസർവ് ലാൻഡ് റവന്യൂ ലാൻഡാണ്. അത് ഫോറസ്റ്റ് ലാൻഡ് അല്ല, റവന്യൂ ലാൻഡാണ്. ആ ലാൻഡിൻ്റെ സ്റ്റാറ്റസ് പ്ലാന്റേഷൻ സ്റ്റാറ്റസാണ്. പ്ലാന്റേഷൻ ESIയിൽ വരില്ല, അത് നമ്മുടെ പൊതുവായ നയമാണ്. ഇത് ഈ പരിപാടിയുടെ പഴയ ലക്കങ്ങളിലൊന്നിൽ നിന്നുള്ളതാണ്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഷയം ഏലമലക്കാടുകളെ റവന്യൂ ഭൂമിയാക്കണമെന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ നീക്കം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും മാറി. പക്ഷേ ഒരു കാര്യത്തിൽ ഇരു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാക്കണം എന്നതിൽ നല്ല അഭിപ്രായ ഐക്യം. ഏലമലക്കാടുകളിലെ ഭൂമി റവന്യൂ വകുപ്പിൻ്റെയും മരങ്ങൾ വനം വകുപ്പിൻ്റെയുമാണെന്ന് നാട്ടിലെ നിയമവും കോടതികളും അർദ്ധശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുള്ളപ്പോൾ ഇത് റവന്യൂ ഭൂമി തന്നെയാണെന്ന് മാറി മാറി വരുന്ന മുഖ്യമന്ത്രിമാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? 27/3/2017 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർക്കപ്പെട്ട യോഗ തീരുമാനം എന്ന് പറയുന്നത് ഈ CHRൻ്റെ ഡ്യുവൽ പദവി അത് മാറ്റിമറിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് ഒരു സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അതിൻ്റെ ഡ്യുവൽ പദവി എന്ന് പറയുന്നത് ഈ CHR എന്ന് പറയുന്നത് അതിലെ തടികൾ, മരങ്ങൾ വനം വകുപ്പിൻ്റേതും ഭൂമി റവന്യൂ വകുപ്പിൻ്റേതുമാണ് എന്നുള്ളതാണ്. അത് സെറ്റിൽ ചെയ്ത ഒരു ഇഷ്യൂ ആണ്. സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, ഹൈക്കോടതി ആവട്ടെ, സുപ്രീം കോടതി ആവട്ടെ, സെറ്റിൽ ചെയ്തൊരു ഇഷ്യൂ ആണ്. അത് റീഓപ്പൺ ചെയ്യുന്നത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് റീഓപ്പൺ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം അർഹരായ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്നത് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൽ ഇരിക്കുന്ന ഒരു വിജ്ഞാപനം പ്രകാരം ഏലമലക്കാട് പ്രദേശം 17,000-ഓളം ഏക്കറേ ഉള്ളൂ എന്ന് ഒരു രേഖ ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ സുപ്രീം കോടതിയിൽ 2005 ഇത് സംബന്ധിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി ഈ ഏലമലക്കാട് പ്രദേശം വനഭൂമിയായി വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ആകെ 17,000-ഓളം ഏക്കർ മാത്രമേ ഉള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിച്ച ചീഫ് സെക്രട്ടറിക്കെതിരായി അന്നത്തെ വനം വകുപ്പ് തന്നെ, പ്രത്യേകിച്ച് വനം വകുപ്പ് സെക്രട്ടറി തന്നെ ഫയലിൽ വളരെ വ്യക്തമായി നിലപാട് പറയുകയും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല എല്ലാ രേഖകളിലും CHR ഈ 336 മൈൽ ചതുരശ്ര മൈൽ വനഭൂമിയാണ്. ഏലകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വനപ്രദേശം പാട്ടത്തിന് വിട്ടു നൽകിയത് കാടിനെ സംരക്ഷിക്കാനുള്ള ശക്തമായ ഉപാധികളോടെയാണ്. രാജഭരണത്തിന് ശേഷം കേരളത്തിലെ സർക്കാരുകളും കോടതികളും ഈ നിയന്ത്രണങ്ങൾ ശരിവെച്ചു. ഏലകൃഷി ഇല്ലാതായ സ്ഥലങ്ങളിൽ നല്ല പങ്കും കർഷകർക്ക് പതിച്ചു നൽകാൻ അനുമതിയുള്ളപ്പോൾ പിന്നെയും റവന്യൂ വനതർക്കം ഉന്നയിക്കുന്നത് എന്തിന് എന്നുള്ളിടത്താണ് മറ്റ് ലക്ഷ്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നത്. ഇടുക്കി ജില്ലയിൽ ഏലം കൃഷി ചെയ്യാനായി പ്രത്യേകമായി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമിയാണ് ഏലമലക്കാടുകൾ. 334 ചതുരശ്ര മൈൽ സ്ഥലം തിരുവിതാംകൂർ രാജാവ് ഏലം കൃഷിക്കായി വിട്ടുകൊടുത്തതാണ്. പിന്നീട് കുടിയേറ്റം വ്യാപകമായപ്പോൾ
ഇതിൽ കുറേ ഭൂമി ഇതര കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് സത്യം. ഇതിൽ 50,000 ഏക്കർ സ്ഥലം കർഷകർക്ക് പതിച്ചു നൽകാൻ സുപ്രീം കോടതിയും അനുവദിച്ചിട്ടുണ്ട്. ആ പട്ടയ നടപടികൾ പൂർത്തിയാക്കാത്ത സർക്കാരുകൾ ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാണ് എന്ന് ആവർത്തിച്ചു പറയുന്നതിൻ്റെ പിന്നിൽ എന്തായാലും കുടിയേറ്റക്കാരുടെയോ നാടിൻ്റെയോ താൽപ്പര്യ സംരക്ഷണം എന്ന ലക്ഷ്യമാവില്ല. ഇവർക്ക് പിന്നിൽ സ്ഥാപിത താൽപ്പര്യങ്ങൾ അണിനിരന്നിട്ടുള്ളതുതന്നെ ഇതിന് തെളിവാണ്. CHR റവന്യൂ ഭൂമിയാണ്. അത് ജനങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയാണ്. ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചു വരുന്ന ഭൂമിയാണ്. അവിടെ കയ്യേറ്റം ഉണ്ടെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇനി അതിനകത്ത് ഗവൺമെൻറ് ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് ഭൂമി ആരെങ്കിലും കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അന്വേഷിക്കാം, രേഖകളുടെ അടിസ്ഥാനത്തിൽ നടപടികളെടുക്കാം. പക്ഷേ അവിടെ ജീവിക്കുന്ന മനുഷ്യർ മുഴുവനും കൃഷി ചെയ്യുന്നവരും അല്ലെങ്കിൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. അവരെല്ലാം കയ്യേറ്റക്കാരാണ്, അവർ റവന്യൂ ഭൂമി കയ്യേറിയിരിക്കുകയാണ് എന്ന് പറയാൻ വയ്യ. അത് നിങ്ങൾ അംഗീകരിക്കുകയല്ല. പെർമിഷൻ ഇല്ലാതെ വനത്തിനകത്ത് പ്രവേശിക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ CHR മേഖല അങ്ങനെയല്ല. CHRൽ എല്ലാ വിധത്തിലുള്ള ജനവാസ കേന്ദ്രങ്ങളും കൃഷിഭൂമിയും തോട്ടങ്ങളും ഓഫീസുകളും ആരാധനാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ഒരു റവന്യൂ ഭൂമിയിൽ എന്തെല്ലാം ആളുകൾക്ക് അവകാശങ്ങളുണ്ടോ ആ രീതിയിൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഭൂമി. അപ്പോൾ CHR റവന്യൂ ഭൂമിയാക്കാനുള്ള തീരുമാനം എടുത്തു പിണറായി സർക്കാർ എന്ന് കേൾക്കുമ്പോൾ ഒരുപിടി ആളുകൾ വിചാരിച്ചേക്കുന്നത് എന്തോ കൃഷിക്കാരെ വലിയ സഹായിക്കാനാണ്. കാരണം അവിടെയുള്ള ഏലക്കാടെല്ലാം വെട്ടി കൃഷിയാക്കും ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെയാണ് പലരുടെയും സങ്കല്പം. അത് ഒരു നിയമക്കുരുക്കിലേക്ക് നയിക്കാനും അതുവഴി ഈ കയ്യേറ്റക്കാർക്ക് തുടരാനും കുടിയേറ്റക്കാർക്ക് പട്ടയം കിട്ടാതിരിക്കാനുള്ള ഗവൺമെൻറ് ഒരു ഗൂഢതന്ത്രമാണെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. വനഭൂമി ഏതു തരത്തിൽ നിങ്ങൾ പ്രാദേശിക രേഖകളോ നികുതി ചീട്ട് തന്നെയോ തയ്യാറാക്കിയാലും നിങ്ങളുടെ പേരിൽ വനഭൂമി കിട്ടുകയില്ല. പക്ഷേ റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർത്താൽ ഇപ്പോഴുള്ള കയ്യേറ്റങ്ങളെല്ലാം സാധൂകരിക്കുക മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന ഏതാണ്ട് 5000 കോടി രൂപയുടെ അനധികൃത റിസോർട്ടുകൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഭൂമി കയ്യേറിയിരിക്കുന്ന ക്വാറി മാഫിയ, ഇവരുടെ എല്ലാം തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്നതാണ്. ഏലം കൃഷിക്കായി മാത്രം പാട്ടത്തിന് നൽകിയിട്ടുള്ള ഈ ഭൂമിയിൽ വൻകിട റിസോർട്ടുകൾ ഇതിനകം എത്രയെങ്കിലും വന്നു കഴിഞ്ഞു. ഇതിന് നിയമസാധുത വരുത്താനും ഈ ഭൂമിയിൽ ആകെയുള്ള മരങ്ങളെ പണമാക്കി മാറ്റാനുമുള്ള നീക്കങ്ങൾ അണിയറയിലെവിടെയോ ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി വേണം ഭരണതലപ്പത്തുള്ളവർ റവന്യൂ എന്ന് 100 ആവർത്തിക്കുന്നതിനെ മനസ്സിലാക്കാൻ. പക്ഷേ ഈ മണ്ണും മരങ്ങളും ഇല്ലാതായാൽ ഇല്ലാതാവുന്നത് ശേഷിക്കുന്ന വെള്ളവും പ്രാണവായുവുമാണ്. അത് പശ്ചിമഘട്ടത്തിന് മാത്രം സ്വന്തമെന്ന് പറയാവുന്ന ബാൾസങ്ങൾ, ഓർക്കിഡുകൾ, റോഡോഡെൻഡ്രോൺ പോലെയുള്ള മരങ്ങൾ, അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്, ഹൈറേഞ്ച് ജില്ലയിലെ മറ്റ് സാങ്ച്വറികൾ, നമ്മൾ സാങ്ച്വറി സംരക്ഷിക്കാൻ നമുക്ക് വനംവകുപ്പുണ്ട്, അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഫണ്ടുകളുണ്ട്, ഒത്തിരി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാങ്ച്വറിക്ക് പുറത്ത് കാണപ്പെടുന്ന സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ നമുക്ക് യാതൊരു വ്യവസ്ഥകളില്ല. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമുക്ക് ഏലമലക്കാടുകൾ അങ്ങനെ തന്നെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. ഇനി അവശേഷിക്കുന്ന നിരവധി ഒരുപക്ഷെ ദേശീയോദ്യാനങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് വരാവുന്ന നിത്യഹരിത മഴക്കാടുകൾ ഈ CHR മേഖലയിൽ ഇപ്പോഴുമുണ്ട്. അത് റവന്യൂ വകുപ്പ് കൈവശം വെക്കുന്നതുകൊണ്ടാണ് നിരന്തരമായ കയ്യേറ്റങ്ങളും സർക്കാർ വ്യാജരേഖ ചമയ്ക്കലും ഭൂമി കൈവശപ്പെടുത്തലും ഒക്കെ നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ അർഹരായവർക്ക് പട്ടയം നൽകണം എന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പുണ്ടാവാൻ ഇടയില്ല. പക്ഷേ പട്ടയക്കാര്യം അനന്തമായി നീളുന്നതും കയ്യേറ്റം അനുസ്യൂതം തുടരാൻ അനുവദിക്കുന്നതും ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് ഭരണകർത്താക്കൾ വ്യക്തമാക്കണം. പാവപ്പെട്ട മനുഷ്യരെ മറയാക്കി അവശേഷിക്കുന്ന മണ്ണും വെള്ളവും വായുവും കൊള്ളയടിക്കാൻ കാത്തിരിക്കുന്നവർക്കൊപ്പമല്ല തങ്ങളെന്ന് ഭരിക്കുന്നവർ തന്നെയാണ് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടത്. CHRനെ വീണ്ടും തർക്കഭൂമിയാക്കുന്നതിലൂടെ കിടപ്പാടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഉത്കണ്ഠകളിൽ എണ്ണയൊഴിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇവരെ മനുഷ്യകവചമാക്കി കയ്യേറ്റത്തെ സംരക്ഷിക്കുന്ന ഏർപ്പാടിന് മൂർച്ച കൂട്ടുക തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 1177 പ്രൊട്ടക്ഷൻ വെച്ച് അതിനു മുമ്പുള്ള അവിടെ കുടിയേറ്റങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. കയ്യേറ്റത്തിന് അന്നും പ്രൊട്ടക്ഷൻ ഇല്ല, ഇന്നും പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ കയ്യേറ്റം എന്ന് പറയുന്നത് ഒന്ന് അംഗീകരിക്കാനേ കഴിയില്ല. 1177 എന്നുള്ള നില നിൽക്കുന്നത് കൊണ്ട്, അത് സുപ്രീം കോടതി പോലും അംഗീകരിച്ചതാണ്, ആ നില നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിനകത്ത് ഒന്നും മാറ്റി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ പട്ടയ നടപടികൾ സജീവമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ആ പട്ടയ നടപടികളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അനാവശ്യമായി ഉണ്ടാക്കുന്ന ഒരു വിവാദമായി മാത്രമേ ഇതിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ശക്തമായി ഈ നിലപാടുമായി മുമ്പോട്ട് പോകണം. പട്ടയം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. റവന്യൂ ഭൂമിയാക്കി ഏലമലക്കാടിനെ മാറ്റാനുള്ള ശ്രമങ്ങളും കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഏറ്റവും അധികം നടത്തിയത് KM മാണി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് മുതൽ തുടങ്ങിയ
ഈ കള്ളത്തരങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു അംഗീകാരം നൽകുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ഈ നിലപാടിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ കാടും മണ്ണും ചോലകളും എന്നും നിലനിൽക്കണം. അതിനായി പൊതുജാഗ്രത ഉണർന്നു തന്നെ ഇരിക്കുകയും വേണം. ഇത്രയും താഴ്ചയൊക്കെ ഇതൊക്കെ കുഴിക്കുക പറയുമ്പോഴേ സ്ത്രീകൾ ഇങ്ങനെ കുഴിച്ചു പറയുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നത്. സംസ്ഥാനം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വരൾച്ചയെ എങ്ങനെ നേരിടാം എന്ന ചോദ്യത്തിന് പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ജലക്ഷാമത്തിൻ്റെ പേരിൽ ആരെയും പഴിക്കാതെ പഞ്ചായത്ത് അധികൃതരും ജനങ്ങളും ഒരുമിച്ച് ജലക്ഷാമം ശാശ്വതമായി പരിഹരിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഇവർ നിർമ്മിച്ചത് 160 കിണറുകളാണ്. ഈ കിണറുകൾ നിർമ്മിച്ചതാകട്ടെ 300ഓളം വരുന്ന സ്ത്രീ തൊഴിലാളികളും. കിണർ നിർമ്മാണം മാത്രമല്ല, കിണർ റീചാർജ് ചെയ്തും വൃക്ഷത്തൈകൾ നട്ടും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് കേരളത്തിന് ഇവർ മാതൃകയാകുന്നു. മഴ വന്നു, വെയിൽ വന്നു, കരിനാൾ പൊഴിക്കയായി ശിഖരങ്ങൾ ശോഷിച്ചു, നീലം പതിച്ചു. അമ്മേ ഭൂമി മാതാവേ, അമ്മേ ഭൂമി മാതാവേ പ്രണാമം. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് തനതു വരുമാനമൊന്നുമില്ലാത്ത തനി നാട്ടിൻപുറമാണ്. പുഴയോ തോടുകളോ ഇല്ലാത്ത ഈ പ്രദേശം വരൾച്ചയുടെ പിടിയിലാണ്. എന്നാൽ കുടിവെള്ള ടാങ്കറുകൾ കൊണ്ട് ഈ പ്രശ്നത്തെ നേരിടാതെ വരൾച്ചയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണിവർ. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ സാമ്പത്തിക വർഷം അവർ 160 കിണറുകൾ കുഴിച്ചിരിക്കുന്നു. ഈ കിണറുകൾ കുഴിക്കുന്നത് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളായ സ്ത്രീ തൊഴിലാളികളാണ്. 15 അടിയൊക്കെ താഴെ. ഇതിപ്പോ 4ാമത്തെ കിണർ. അധ്വാനമുണ്ട്, അത് ഞങ്ങൾക്ക് പറ്റിയില്ലെന്നൊക്കെ വിചാരിച്ച്, എന്നാലും ഞങ്ങളത് തുടർന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വെള്ളമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. എന്നുവെച്ചാൽ കിണർ കുഴിക്കുക, കിണർ റീചാർജ് ചെയ്യുക, കുളങ്ങൾ പുനരുദ്ധാരണം ചെയ്യുക, അതുപോലെ പുതിയ കുളങ്ങൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പദ്ധതികൾ. പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ ആണ് ഞങ്ങളുടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വെച്ചാൽ ഒരു കിണർ കുഴിക്കാൻ എങ്ങനെയും 40,000 50,000-ഓളം രൂപ ഒരു കുടുംബത്തിന്, ആ താഴ്ചയ്ക്കനുസരിച്ചൊക്കെ വരുമ്പോൾ ഒരു കുടുംബത്തിന് ആവറേജ് അത്ര പൈസ വരാറുണ്ട്. അപ്പോൾ പിന്നെ ചില കുടുംബങ്ങളിലൊക്കെ വളരെ വലിയ സ്വപ്നമാണ് ഒരു വീട്ടുമുറ്റത്തൊരു കിണറുണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന കുളങ്ങളും കിണറുകളും ഇപ്പോൾ അതേപോലെ വെറ്റി വരണ്ട് കിടക്കുന്ന കുളങ്ങളിലെ നിലവിലുണ്ടായിരുന്ന കുളങ്ങളിലെ വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ അത് കാരണം തൊഴിലാളികൾക്ക് പണിയില്ലാത്തൊരവസ്ഥയുണ്ടായി. അത് കാരണം കൊണ്ട് ഇങ്ങനെ മണ്ണ് ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഭരണസമിതി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കിണറുകൾ കുഴിക്കാൻ തീരുമാനിച്ചത്. കിണറുകൾ കുഴിക്കുക മാത്രമല്ല, നിലവിലെ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനും പഞ്ചായത്ത് മുന്നിട്ടിറങ്ങി. മഴവെള്ളം കിണറുകളിലേക്ക് തന്നെ ശേഖരിക്കുന്നതിന് ടാങ്കുകൾ സ്ഥാപിച്ച് ഫിൽട്ടർ ചെയ്ത് കിണറ്റിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. 16 കോൽ വരെ താഴ്ചയുള്ള ഈ കിണറുകൾ കുഴിച്ചത് സ്ത്രീകളാണെന്നത് ആരെയും അത്ഭുതപ്പെടുത്തും. പിന്നെ ഒരു 6 പേര്, ഒരു സുധാ പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇതിൽ കൂടുതലും ഇറങ്ങിയിട്ടുള്ളത്. ഇത്ര ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളത് സുധാ പറഞ്ഞൊരു ചേച്ചിയാണ്. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് പേടിയൊക്കെ മാറി. പിന്നെ ഇവിടുന്ന് വേറെ ഒരു ചേച്ചിക്ക് ഉണ്ടായിരുന്നു, അവർക്ക് കുറച്ച് ഇറങ്ങിയപ്പോൾ ഒരു തലകറക്കവും, അതുകൊണ്ട് അവർ പിന്നെ ഇറങ്ങിയില്ല. പക്ഷേ എന്നാലും ഇത്രയും താഴ്ചയൊക്കെ ഇതൊക്കെ കുഴിക്കുക പറയുമ്പോഴേ സ്ത്രീകൾ ഇങ്ങനെ കുഴിച്ചു പറയുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നത്. ഇത് പഞ്ചായത്ത് അധികൃതർ മാത്രം മുൻകൈയെടുത്തതുകൊണ്ട് സാധ്യമായതല്ല. പൂക്കോട്ടുകാവിലെ ജനങ്ങൾ പഞ്ചായത്ത് അധികൃതർക്കൊപ്പം നിൽക്കുന്നു, കൈമൈ മറന്ന്.
വിത്തുഗുണം എന്ന പേരിൽ പഞ്ചായത്തിലെമ്പാടും ഫലവൃക്ഷ വിത്തുകൾ പാകുകയാണ് ഇവർ. ഒരു ഉത്സവം, മഹോത്സവം നടക്കുകയാണ്. മരങ്ങൾ നട്ടു വളർത്തുന്ന മഹോത്സവം. നമ്മൾ കൂടുതൽ കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മരങ്ങൾ നട്ടുപിടിക്കുന്നത്. മരങ്ങൾ നട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെള്ളം നല്ലപോലെ സ്റ്റോർ ആവുമല്ലോ. പക്ഷെ അത് കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ ചെയ്ത് കാണിക്കുക. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അവരും ചെയ്യും. ജനങ്ങളെ ഈ പദ്ധതിക്കായി രംഗത്തിറക്കാൻ പഞ്ചായത്തിന് കഴിയുന്നത് കെ ജയദേവൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ കൊണ്ടാണ്. ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ആ മാന്ത്രിക വിദ്യ ജയദേവന് വശമുണ്ട്. ഈ വെള്ളത്തിനെ മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർഗം എന്നുള്ള, പല മാർഗങ്ങളുണ്ട്, ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതൊരു കൾച്ചറായിട്ട് നമ്മൾ പൊതുവെ ബോധവൽക്കരണം എന്നാണ് പറയുക. അത് പ്രസംഗമാണ്, അത് കേൾക്കലാണ്. വാസ്തവത്തിൽ ശീലവൽക്കരണമാണല്ലോ വേണ്ടത്. നമ്മുടെ ശീലങ്ങളിലുള്ള മാറ്റം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആളുകളെ കൂടി പങ്കാളികളാക്കുക. ആരാണ് ചെടി വയ്ക്കുന്നത്? ഞങ്ങളാണ് ചെടി വയ്ക്കുന്നത്. എന്തിനാണ് ചെടി വയ്ക്കുന്നത്? ഈ പെയ്ത മഴയെ, വെള്ളത്തിനെ മണ്ണിലേക്ക് ഇറങ്ങാൻ അതും ഒരു നിമിത്തമാവും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത് അതൊരു ബഹുജന വിദ്യാഭ്യാസ പരിപാടി കൂടിയാണ്. തൊഴിലുറപ്പ് പദ്ധതി വഴിയാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സാധ്യമാക്കിയത്. എന്നാൽ ഒന്നാം UPA സർക്കാരിൻ്റെ ഈ ചരിത്ര പദ്ധതി നരേന്ദ്രമോദി സർക്കാർ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചും ഫണ്ട് അനുവദിക്കാതെയും ഈ പദ്ധതിയെ ഞെക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. 6 മാസമായി ഫണ്ട് ലഭിക്കാത്തതുമൂലം പൂക്കോട്ടുകാവ് ഉൾപ്പെടെ കേരളത്തിൽ തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന പഞ്ചായത്തുകളും തൊഴിലാളികളും ഇന്ന് ദുരിതത്തിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രാവർത്തികമായപ്പോൾ കേരളത്തിൽ അതിനെതിരെ ഏറെ വിമർശനമുയർന്നിരുന്നു. തൊഴിൽ നൽകാനെന്ന പേരിൽ വഴിയരികിലെ കാടും പടർപ്പും വെട്ടിനീക്കലായിരുന്നു ഈ പദ്ധതിയിലെ പ്രധാന ഇനം. എന്നാൽ ഇന്ന് പൂക്കോട്ടുകാവ് ഉൾപ്പെടെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഈ പദ്ധതിയെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു. എന്നാൽ 6 മാസമായി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലാണ്. ഒരു ദിവസം ജോലി ചെയ്താൽ 240 രൂപയെ ഇവർക്ക് കൂലിയുള്ളൂ. ആ ജോലിക്ക് വരുന്നവർ വാസ്തവത്തിൽ എങ്ങനെയുള്ളവരായിരിക്കും? ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും എന്ന് മാത്രമല്ല മഹാഭൂരിപക്ഷം വരുന്നതും സ്ത്രീകളാണ്. അപ്പോൾ ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴാണ് സാധാരണ ഇവരുടെ വേതനം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് ഒരു നയാ പൈസ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. 2 കോടിയോളം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെലവഴിച്ചു എങ്കിലും കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചിട്ടില്ല. 67 ലക്ഷം രൂപ ഞങ്ങളുടെ പഞ്ചായത്തിലെ മാത്രം തൊഴിലാളികൾക്ക് കൂലി കിട്ടാനുണ്ട്. പൂക്കോട്ടുകാവിനെ സംബന്ധിച്ച് ഇത് ഇരട്ടി ദുരന്തമായി മാറുകയാണ്. മറ്റാരും ഏറ്റെടുക്കാത്ത കിണറുകുഴിക്കൽ പോലെയുള്ള കഠിനാധ്വാനമുള്ള തൊഴിലുകൾ ചെയ്യുന്ന 300ഓളം സ്ത്രീ തൊഴിലാളികൾക്കാണ് ഇത് ദുരിതമായി മാറുന്നത്. ഈ ദുരിതങ്ങൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കേരളത്തിന് തന്നെയും മാതൃകയായി മാറിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തും അതിൻ്റെ സാരഥി കെ ജയദേവനും പൂക്കോട്ടുകാവിലെ ജനങ്ങളും തോറ്റു പിന്മാറുന്നില്ല. വെയിലുകൊണ്ടടിച്ചാൽ മരം കൊണ്ട് തടുക്കുമെന്ന മുദ്രാവാക്യം പൂക്കോട്ടുകാവുകാർക്ക് കേവലം മുദ്രാവാക്യം മാത്രമല്ല. ഇതിനെ ജലസമ്പുഷ്ടമാക്കാം, ഇതിനെ ശുദ്ധീകരിക്കാം എന്നതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആലോചന. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇന്നത്തേത്. പൂക്കോട്ടുകാവിൽ നിന്നും ഇനി തൂതയിലേക്ക്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയായ തൂതപ്പുഴയെ സംരക്ഷിക്കാനായി ഒരു സംഘം ആളുകൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് ഇനി. തൂതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കൊരമ്പത്തോട് വൃത്തിയാക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. പുഴയെ തിരിച്ചുപിടിക്കാൻ പുഴയുടെ കൈവഴികൾ മലിനമുക്തമാക്കുകയാണ് ആഴത്തിലുള്ള പരിഹാരമെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുഴപ്രവർത്തകർ ഈ ശ്രമം നടത്തുന്നത്. ചെർപ്പുളശ്ശേരി പട്ടണത്തിന്റെ എല്ലാ മാലിന്യങ്ങളും ഇവിടേക്കാണ് തള്ളുന്നത്. മാർക്കറ്റ്, കംഫർട്ട് സ്റ്റേഷൻ, വ്യാപാര സ്ഥാപനങ്ങൾ, സർവീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ്
ചീഞ്ഞു നാറുന്ന കൊരമ്പത്തോട് വൃത്തിയാക്കാൻ 100-ലധികം പേരാണ് കർമ്മരംഗത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ 1.5 കിലോമീറ്റർ ദൂരമാണ് വൃത്തിയാക്കിയത്. 2 രീതിയിലാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഖരമാലിന്യങ്ങളും മറ്റു തരത്തിലുള്ള മാലിന്യങ്ങളും പറക്കി കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കൃത്യമായി സംസ്കരിക്കുക എന്ന രീതിയിലും, തുടർന്ന് അങ്ങോട്ട് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത അത്ര വൃത്തികെട്ട മലിനമായ വെള്ളത്തിലാണ് മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് തീർച്ചയായിട്ടും യന്ത്രസഹായത്തോടു കൂടി മാത്രമാണ് നടക്കാൻ കഴിയുക. അവിടെ 2 JCB പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായി രാവിലെ 8 മണി മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന തോടായിരുന്നു കൊരമ്പത്തോട്. നിറയെ മത്സ്യങ്ങളും ജൈവ വൈവിധ്യങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായി ഈ തോട് മാറിയത്. ഇഷ്ടംപോലെ മത്സ്യസമ്പത്ത് ഈ തോട്ടിലുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മറ്റ് ജീവികൾ ഈ വെള്ളത്തെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടയിലുള്ള ആളുകൾ മുഴുവൻ ഇവിടെ തിരുമ്പാനും കുളിക്കാനും വളരെ ആശ്രയിച്ചിരുന്ന ഒരു തോടാണ് ഈ കൊരമ്പത്തോട്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തോളമായി, 10 കൊല്ലത്തിന്റെ ഇപ്പുറം ഈ തോടിന്റെ ഒരു തുള്ളി വെള്ളം പോലും ഒരാൾക്കും തൊടാൻ പോലും കഴിയാത്ത അത്ര രീതിയിൽ മലിനപ്പെട്ട് കിടക്കുകയാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ നീരൊഴുക്ക് നിലയ്ക്കാത്ത അപൂർവം നദികളിലൊന്നാണ് തൂതപ്പുഴ. അനധികൃത കയ്യേറ്റവും മാലിന്യവും പതുക്കെ പതുക്കെ ഈ പുഴയെയും ഇല്ലാതാക്കുമെന്ന് കണ്ടപ്പോഴാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് പുഴ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. തൂതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, കുന്തിപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉത്ഭവസ്ഥാനം, കാച്ച്മെന്റ് ഏരിയ താരതമ്യേന സമൃദ്ധമാണ്. പ്രത്യേകിച്ച് സൈലന്റ് വാലിയുടെ ബഫർ സോൺ, ഇതൊക്കെയാണ് കുന്തിപ്പുഴയുടെ ഉത്ഭവ മേഖല എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള കൈവഴികളാണ് ഈ പുഴയെ സമ്പുഷ്ടമാക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ പുഴ താരതമ്യേന നല്ലതാണ്, ശുദ്ധജലമുണ്ട്, സമൃദ്ധമാണ്. താഴേക്ക് എത്തുമ്പോൾ, ഡൗൺ സ്ട്രീമിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ചെറുപട്ടണങ്ങൾ വേസ്റ്റ് മുഴുവൻ ഈ പുഴയിലേക്ക് ഒഴുക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 200-ലധികം പേർ ഇപ്പോൾ ഈ കൂട്ടായ്മയിലുണ്ട്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം മുതൽ ഭാരതപ്പുഴയിലേക്ക് ചേരുന്നതുവരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഈ സംഘം ബോധവൽക്കരണം നടത്തുന്നു. ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും ഇവർ ശ്രമിക്കുന്നു. ചെറുപ്പുളശ്ശേരി മേഖലയിലെ നിരവധി സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും ശുചീകരണ പ്രവൃത്തിയിൽ സജീവമാണ്. പുഴ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് ഇതിനുള്ള എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളും എല്ലാം ഇതിന് പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം ഞങ്ങൾ ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ തന്നെ ധാരാളം പച്ചപ്പ് വെച്ചുണ്ടാക്കുക, കൈത പോലുള്ള സംഗതികൾ ഈ പുഴയുടെ തീരത്ത് വെച്ച് പിടിപ്പിച്ച് ഈ തോടിനെ എങ്ങനെ വീണ്ടും പഴയ ജൈവ വൈവിധ്യം വീണ്ടെടുക്കാം, ഇതിനെ ജലസമ്പുഷ്ടമാക്കാം, ഇതിനെ ശുദ്ധീകരിക്കാം എന്നതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആലോചന. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇന്നത്തേത്. കൊരമ്പത്തോട് പോലെ തൂതപ്പുഴയുടെ മുഴുവൻ കൈവഴികളും വൃത്തിയാക്കാനാണ് പുഴപ്രവർത്തകർ ഒരുങ്ങുന്നത്. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പുഴകൾ വീണ്ടെടുക്കാൻ ഇവർ നടത്തുന്ന ശ്രമം മാതൃകയാവുകയാണ്. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.